വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 കിലോ ചിക്കൻ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അതില് ഇപ്പൊ കുക്കറിലിട്ട് അതിൽ നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ഉപ്പും. അപ്പൊ ഇനി നമ്മൾ അതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഈ ചിക്കൻ കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അത് ഞാനിങ്ങനെ ഒരു പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചിക്കൻ കറിയാണ്. ഇപ്പൊ ഇനിയിപ്പോ നന്നാവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ഏകദേശം നമ്മൾ ചിക്കൻ മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വേവുന്ന സമയത്തിനകം നമ്മളിവിടെ ചിക്കൻ കറിക്കുള്ള മസാല വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സബോള, ഒരു 3 സബോള, ഒരു 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇട്ടതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അപ്പോൾ സബോളയും പച്ചമുളകും ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബോള പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് വഴറ്റി കിട്ടും. തക്കാളി ഇടുകയാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ കറിക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചിക്കൻ മസാല ഇടുകയാണ്. അതോടൊപ്പം തന്നെ മല്ലിപ്പൊടി, ഈ ചിക്കൻ കറിയിൽ നമ്മൾ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ ചിക്കൻ വേവിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇതിൽ ചേർക്കുകയാണ്. ഇനി അത് മിക്സ് ആക്കിയതിന് ശേഷം എരിവ് പാകമാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കി ചേർക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിനിറ്റ് ചിക്കൻ ഒന്ന് അടച്ചു വെക്കണം. ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് 10 മിനിറ്റുള്ളൊന്ന് വെള്ളം കഴുകി വന്നു. തിരുവനന്തപുരത്ത് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് പോകാണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവും കറക്റ്റാണ്. കൂടുതലായിട്ട് നമ്മൾ കുരുമുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളത് കാരണം. അപ്പോൾ ഒന്ന് മുകളിൽ കുറച്ചുകൂടെ കറിവേപ്പില ഇടുകയാണ്. ഞാൻ അധികം ചിക്കൻ കറി വെക്കുമ്പോൾ മല്ലിയില അധികം ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇവിടെ മല്ലിയില ഇല്ല. അതുകൊണ്ട് തൽക്കാലം കറിവേപ്പിലയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.
അടിപൊളി